ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലായി. നമുക്ക് കോളിഫ്ലവർ എഗ് മസാല ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഈ കറി ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു കറിയാണിത്. ഈ കറി ചോറിന്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറിയിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കോളിഫ്ലവറും വേണം, മുട്ടയും വേണം. കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. ഈ കറിയിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളകിന്റെ പൊടി ചേർക്കണില്ല, പച്ചമുളകും ചേർക്കുന്നുണ്ട്, കുരുമുളകിന്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും വേണം. ഇത് മൂന്നും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. പിന്നെ നാളെ ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ ഈ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് നല്ല റെസിപ്പികളായിട്ട് ഇനിയും വരാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കോളിഫ്ലവർ എഗ് മസാല ആക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കടുക് ചേർക്കാണ്ടും ഈ കറി ഉണ്ടാക്കാം നമുക്ക്. ഈ കടുക് ചേർത്തിട്ടുണ്ടെങ്കിൽ കടുക് ഏട്ടാതി പൊട്ടണം. കടുക് പൊട്ടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ ആ കടുകിന് നല്ലൊരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ ഏട്ടാദ്യം കടുക് പൊട്ടിക്കണം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ കടുക് കരിഞ്ഞു പോയാലും ഈ കടുക് കഴിക്കുമ്പോൾ കടുകിന് ഒരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തീരുമ്പോൾ തന്നെ ഇതിലേക്ക് സവോള ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സവോള ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തത്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 8 വലിയ വെളുത്തുള്ളി, അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും വഴന്നിട്ടുണ്ട്. ഇത് വഴക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും നന്നായിട്ട് ചൂടായിട്ട് ഈ സവോളയൊക്കെയും ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ സവോളയൊന്നും നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിയണം, അല്ലെങ്കിൽ ഈ കറിക്ക് ഒരു പച്ചമഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഞാനിതിലേക്ക് കോളിഫ്ലവർ ചേർക്കുന്നത് ഒരു വലിയൊരു കോളിഫ്ലവറാണ് ചേർക്കുന്നത്. ആ കോളിഫ്ലവർ ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചില കോളിഫ്ലവറൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന കോളിഫ്ലവറൊക്കെ ആകുമ്പോൾ അത് അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കില്ല. അതിനകത്ത് ചിലപ്പോൾ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് പ്രാണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഉപ്പും വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത വഴിക്ക് തന്നെ അതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയണം. ആ വെള്ളത്തിലിട്ടിട്ട് കോളിഫ്ലവർ വേവിക്കരുത്. അപ്പോൾ അതേപോലെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാണിയൊക്കെ ചത്തുപോകും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റാദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കറി ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ പൊടി ഒന്നും മൊരിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഏറ്റവും ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് കറി റെഡി ആയി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഈ കോളിഫ്ലവറൊക്കെ നമ്മൾ ഇത് ഇട്ട വഴിക്കാൻ ഉപ്പ് ചേർക്കുമ്പോൾ ഈ കോളിഫ്ലവറൊക്കെ നമുക്ക് ഒരുപാട് ഉള്ള പോലെ തോന്നും. പക്ഷേ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കോളിഫ്ലവറൊക്കെ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം വളരെ കുറച്ച് ചേർത്താൽ മതി. അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കോളിഫ്ലവർ ചൂടായി കഴിയുമ്പോൾ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ കോളിഫ്ലവർ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. ഇത് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അത് ചില കോളിഫ്ലവർ ഇതേപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചില കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. ചില കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വെള്ളം വളരെ കുറവുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ഈ കോളിഫ്ലവർ വേവിച്ചെടുക്കുക. പിന്നെ കോളിഫ്ലവറൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരിട്ട് വേവിക്കരുത്. ഒരുപാട് നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ കോളിഫ്ലവറിന് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോൾ തന്നെ കോളിഫ്ലവർ വെന്ത് കിട്ടും. ഒരുപാട് നേരം തീ കുറച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ കോളിഫ്ലവറിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. മുട്ട ചേർക്കുമ്പോൾ ഈ മുട്ടയും കൂടിയിട്ട് ഇതിനകത്ത് കിടന്നിട്ട് മുരിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഈ കോളിഫ്ലവറിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മുട്ട ചേർക്കാൻ പോണതിന് മുമ്പ് ഇതേപോലെ കോളിഫ്ലവർ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മുട്ട ചേർക്കുക. മുട്ട വെറുതെ ഫ്രഷായിട്ട് ഇതേപോലെ ഇങ്ങനെ കൊത്തി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയ്ക്കും ആവശ്യത്തിനുള്ള എരിവും കൂടിയിട്ട് നിങ്ങൾ ഈ കോളിഫ്ലവറിൽ ഏറ്റവും ആദ്യം ചേർക്കണം. ഞാനിതിലേക്ക് 4 മുട്ടയാണ് ചേർക്കണത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കോളിഫ്ലവറിൽ ഉപ്പ് കുറവ് പോലെ തോന്നണുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ മുട്ട നന്നായിട്ട് വേവണ വരെ ഇത് ഇതേപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ആ മുട്ട ചേർക്കാൻ പോണതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവറിലെ വെള്ളം മുഴുവനും നന്നായിട്ട് വറ്റിയിട്ട് വേണം മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുക. ഗരം മസാല നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. അത് ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കുക. അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഗരം മസാലയും ഒരുപാട് ചേർക്കണ്ട. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്തും ഈ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ പിന്നെയും വെള്ളം വരും. ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. അല്ലെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറിയുടെ ഉള്ളിൽ നിന്ന് പിന്നെയും വെള്ളം വരും. ഇതിനകത്ത് ചേർത്തേക്കണം മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവർ ഒരുപാട് നേരിട്ടിട്ട് വേവിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കരുത്. അങ്ങനെ ഒരുപാട് നേരിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ കോളിഫ്ലവറിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കോളിഫ്ലവറൊക്കെ ഇതേപോലെ മസാലയൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ കോളിഫ്ലവറിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ കോളിഫ്ലവർ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കോളിഫ്ലവർ ഇരുന്നിട്ട് തന്നെ ഈ കറിയുടെ ഉള്ളിൽ നിന്ന് പിന്നെയും വെള്ളം വരും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് നന്നായിട്ടൊന്ന് കോളിഫ്ലവർ ഈ കറി നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇനി 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ വരുമ്പോൾ ഒരുപാട് നല്ല റെസിപ്പികളായിട്ട് ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ മിയ കിച്ചൻ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വേണ്ട റെസിപ്പിയുടെ പേര് ടൈപ്പ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ റെസിപ്പികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി പോയിട്ട് വരുമ്പോൾ കാണാം.